Good afternoon, dear students. Welcome to our online class. Today we are discussing the topic Hess's law. What is Hess's law? Hess's law states that the enthalpy change in a chemical reaction is same whether the reaction takes place one step or several steps. എന്ന് പറഞ്ഞാൽ ഹെസ്സസ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഒരു റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളിലൂടെ ആണെങ്കിൽ പോലും അവയുടെ എൻതാൽപ്പി എന്തായിരിക്കും, ഓരോ സ്റ്റെപ്പിലും എൻതാൽപ്പി സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ലെറ്റ്സ് കൺസിഡർ ആൻ എക്സാമ്പിൾ. കാർബൺ സോളിഡ് സ്റ്റേറ്റിലാണ്. ഈ കാർബൺ ഓക്സിജനുമായി കൂടിച്ചേർന്ന്, ഓക്സിജൻ ഗ്യാസ് സ്റ്റേറ്റിലാണ് കൂടിച്ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാസ് ഫോം ചെയ്യുന്നു. ഇവിടെ എന്താവുന്ന എൻതാൽപ്പി ചേഞ്ചിന് ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു ക്യൂ ആണെന്ന് വിചാരിക്കാം. ഇത് ഒരു ഫസ്റ്റ് മെത്തേഡ് 1 ആണെന്ന് വിചാരിക്കും. മെത്തേഡ് 1 കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുള്ള മെത്തേഡ് 1 ആണ്. ഇനി മെത്തേഡ് 2. വാട്ട് ഈസ് മെത്തേഡ് 2? മെത്തേഡ് 2 കാർബൺ സോളിഡ് സ്റ്റേറ്റിലാണ്. അത് ഹാഫ് O2 ഓക്സിജനുമായി കൂടി ചേർന്ന് ആദ്യം കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നു. ഇവിടെ ഉണ്ടാവുന്ന ഡെൽറ്റ എച്ചിന്റെ വാല്യൂ, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q1 ആണെന്ന് വിചാരിക്കാം. ദെൻ കാർബൺ മോണോക്സൈഡ് വീണ്ടും ഓക്സിജനുമായി കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഇവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് Q2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ മെത്തേഡ് 1 ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഇവിടെ രണ്ടാമത്തെ മെത്തേഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാൻ 2 സ്റ്റെപ്പ് എടുത്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിലെ എൻതാൽപ്പി ചേഞ്ച് Q ആണ്. ഇവിടെ എൻതാൽപ്പി ചേഞ്ച് Q1 ഉം Q2 ആണ്. ഇത് H1 ആൻഡ് H2 ആണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഈ ഫസ്റ്റത്തെ മെത്തേഡ് 1 Q is equal to ഈ മെത്തേഡ് 2 എൻതാൽപ്പി ചേഞ്ച് Q1 പ്ലസ് Q2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Q is equal to സം ഓഫ് Q1 ആൻഡ് Q2 എന്നാണ് പറഞ്ഞത്. അപ്പം ഹെസ്സസ് ലോ ഇത്രയാണ് പറയുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചസ് ആ റിയാക്ഷൻ എത്ര സ്റ്റെപ്പിലൂടെ, സെവറൽ സ്റ്റെപ്പിലൂടെ കടന്നു പോയാലും അതിന്റെ എൻതാൽപ്പി എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ഹെസ്സസ് ലോ. ഹെസ്സസ് ലോയുടെ മെയിൻ ആയിട്ടുള്ള 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി നമുക്ക് ഹെസ്സസ് ലോ യൂസ് ചെയ്തിട്ട് ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻഡയറക്ട്ലി ഹെസ്സസ് ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു നോൺ എൻതാൽപ്പി ഉള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷന്റെ എൻതാൽപ്പി, അറിയാവുന്ന ഒരു എൻതാൽപ്പി വെച്ചുകൊണ്ട് നമുക്ക് വേറൊരു റിയാക്ഷന്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഹെസ്സസ് ലോ പറയുന്നത്. ദെൻ അതാണ് ഹെസ്സസ് ലോയുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇപ്പോൾ സം കോമ്പൗണ്ട്സ്, ആ കോമ്പൗണ്ട്സ് അതിൻ്റെ കോൺസ്റ്റുവന്റ് എലമെന്റ്സിൽ നിന്ന് ഡയറക്റ്റ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയുള്ള എലമെന്റ്സിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കാനും ഇൻഡയറക്ട്ലി നമുക്ക് ഹെസ്സസ് ലോ യൂസ് ചെയ്യാമെന്നാണ് അതിന്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ പറയുന്നത്. തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് അലോട്രോപിക് ഫോംസ്. ഇപ്പോൾ ഒരു കാർബൺ ഗ്രാഫൈറ്റ് ഡയമണ്ട് ആയി മാറുമ്പോഴും അതുപോലെ തന്നെ റോംബിക് സൾഫർ മോണോക്ലിനിക് സൾഫർ ആയിട്ടുള്ള അതിന്റെ അലോട്രോപിക് ട്രാൻസ്ഫോർമേഷനിൽ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് നമുക്ക്, എൻതാൽപ്പി ഓഫ് അലോട്രോപിക് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഹെസ്സസ് ലോ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഹെസ്സസ് ലോയുടെ തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഹെസ്സസ് ലോ. Okay, next is bond enthalpy or bond energy. We know that the formation of bond associated with the release of energy. Obviously, the same amount of energy is required to break the bond. അപ്പോൾ ബോണ്ട് മേക്കിംഗ് ആണെങ്കിലും ബോണ്ട് ബ്രേക്കിംഗ് ആണെങ്കിലും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബോണ്ട് എൻതാൽപ്പി അഥവാ ബോണ്ട് എനർജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ 1 mole ഓഫ് മോളിക്യൂൾ ഇൻ ദെയർ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1 mole മോളിക്യൂൾ അതിന്റെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള 1 mole ഓഫ് മോളിക്യൂളിന്റെ
പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജീനെയാണ് നമ്മൾ ബോണ്ട് എനർജി അഥവാ ബോണ്ട് എൻതാൽപ്പി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ബോണ്ട് എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ബോണ്ട് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? റിയാക്റ്റന്റിന്റെ ബോണ്ട് ക്ലീവേജും സംഭവിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ബോണ്ട് ഫോർമേഷൻ ഓഫ് ബോണ്ടാണ് നടക്കുന്നത്. അപ്പം അതിൽ നിന്ന് അവിടെ എനർജി ചേഞ്ച് സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് ബോണ്ട് എനർജി യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Therefore, the enthalpy of reaction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? സം ഓഫ് ദി ബോണ്ട് എനർജീസ് ഓഫ് റിയാക്റ്റന്റ് മൈനസ് ദ സം ഓഫ് ദി bond energies of the product. Okay, then bond dissociation energy. What is bond dissociation energy? Bond dissociation energy is the amount of energy required to break a particular type of bond in a diatomic molecule in their gaseous state. ഡയറ്റമിക് മോളിക്യൂൾ ആയിട്ടുള്ള ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഡയറ്റമിക് മോളിക്യൂൾസിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഡയറ്റമിക് മോളിക്യൂൾ ആയിട്ടുള്ള H2 അതുപോലെ Cl2 പോലുള്ള മോളിക്യൂൾസിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഈസ് സെയിം ആസ് ടു ദി ബോണ്ട് എനർജി. But in the case of polyatomic molecules in the case, bond dissociation energy is not same as to bond energy, because H2 molecule, polyatomic molecule ആയിട്ടുള്ള H2O molecule, water molecule, അതിന്റെ സെയിം കൈൻഡ് ഓഫ് ബോണ്ട് ആണെങ്കിലും കൂടെ അവിടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഡിഫറെന്റ് ആയിരിക്കും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ H2O അല്ലെ, 2 ഹൈഡ്രജനും ഓക്സിജനും കൂടുന്നുണ്ട് H2O മോളിക്യൂളിൽ. ആദ്യം ബോണ്ട് ഡിസോസിയേഷൻ നടക്കുന്നത് ഒരു OH ബോണ്ടിനാണ്. അപ്പോൾ Hഉം പ്ലസ് OH ആയി മാറുകയാണ്. അവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 498 കിലോ ജൂൾ ആണ്. ദെൻ സെക്കൻഡ് ആയിട്ടുള്ള OH ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടാവുന്നുണ്ട്. അവിടെ ഉണ്ടാവുന്ന ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 430 കിലോ ജൂൾ ആണ്. അപ്പോൾ ഇവിടെ എൻതാൽപ്പി എന്താണ്? ഡിഫറെന്റ് ആണ്. ആദ്യത്തെ OH ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 498 കിലോ ജൂൾ ആണ്. സെക്കൻഡ് ആയിട്ടുള്ള ബോണ്ട് OH ബോണ്ട് ഡിസോസിയേഷൻ സംഭവിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള എൻതാൽപ്പി 430 കിലോ ജൂൾ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് പോളിയാറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിനെ നമുക്ക് അതിന്റെ ആവറേജ് ആക്കിയിട്ട് എടുക്കാം അല്ലെ. ബോണ്ട് എനർജിനെ ആവറേജ് ബോണ്ട് എനർജി ഓഫ് H2O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ 2 എൻതാൽപ്പിയുടെ സമ്മിന്റെ ആവറേജ് ആയിരിക്കും. അപ്പോൾ 498 പ്ലസ് 430/2 ഇസ് ഇക്വൽ ടു 464 കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും എന്ത് വരിക? H2O മോളിക്യൂളിന്റെ ബോണ്ട് എനർജി വരിക. ഓക്കെ, then next is lattice enthalpy or lattice energy. What is lattice enthalpy or lattice energy? The lattice enthalpy of a ionic crystal is defined as the amount of energy required to completely separate the 1 mole of ionic compound into their gaseous ions. ഇപ്പോൾ അയണിക് കോമ്പൗണ്ട്, ഒരു അയണിക് കോമ്പൗണ്ട് NaCl ഒരു അയണിക് കോമ്പൗണ്ട് ആണ് അല്ലെ. ഈ അയണിക് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുക കംപ്ലീറ്റ്ലി. NaCl എന്ന അയണിക് കോമ്പൗണ്ടിനെ കംപ്ലീറ്റ്ലി Na+ഉം Cl- അയോൺസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ഇപ്പൊ ലാറ്റിസ് എനർജി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോൺ ആൻഡ് ഹെബർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു സൈക്കിളാണ് ബോൺ ഹെബർ സൈക്കിൾ. ഈ ബോൺ ഹെബർ സൈക്കിള് SS ലോയുടെ ബേസിസിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ ബോൺ ഹെബർ സൈക്കിള് പ്രധാനമായിട്ടും 5 സ്റ്റെപ്പാണുള്ളത്. ഈ 5 സ്റ്റെപ്പിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സൈക്കിളാണ് ബോൺ ഹെബർ സൈക്കിൾ. ബോൺ ഹെബർ സൈക്കിളിന്റെ 5 സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലെ. മെറ്റാലിക് സോഡിയത്തിന് അതിന്റെ സോഡിയം ആറ്റമായി കൺവേർട്ട് ചെയ്യാണ് ഫസ്റ്റ്. കൺവേർഷൻ ഓഫ് മെറ്റാലിക് സോഡിയം ഇൻടു സോഡിയം ആറ്റം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവേർഷൻ ഓഫ് Cl2 molecule in Cl atom. Then തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം ആറ്റം സോഡിയം അയോൺ ആയി മാറിയ കൺവേർഷൻ ഓഫ് സോഡിയം ആറ്റം ഇൻടു സോഡിയം അയോൺ. ദെൻ
chlorine atom is converted into chlorine ion, then the combination of Na plus ion and Cl minus ion. ഇങ്ങനെ 5 സ്റ്റെപ്പാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ആ ഒരു 5 സ്റ്റെപ്പിനെ ഒരു സൈക്ലിക് ഫോമിൽ റെപ്രസെന്റ് ചെയ്തതിനെയാണ് ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. ആ ബോൺ ഹേബർ സൈക്കിൾ എന്താണെന്ന് നോക്കാം. ബോൺ ഹേബർ സൈക്കിൾ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം അതിന്റെ സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ മെറ്റാലിക് സോഡിയം പ്ലസ് ഹാഫ് Cl2 ക്ലോറിനും കൂടി Cl2 മോളിക്യൂള് കൂടിച്ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? NaCl എന്നുള്ള സോളിഡ് ഫോം ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം എന്തായി മാറാണ്? സോഡിയം ആറ്റമായി മാറാണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്നത് ഡെൽറ്റ എച്ച് ആണ്, ഡെൽറ്റ എച്ച് വാല്യൂ. ദെൻ Na ഗ്യാസ് അല്ലെ, Na ആറ്റം എന്തായി മാറാണത്? അതിന്റെ അയോണായി മാറാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ എന്തായി മാറും? ക്ലോറിൻ ആറ്റമായി മാറുന്നു. ദെൻ ക്ലോറിൻ ആറ്റം എന്തായി മാറുന്നു? ക്ലോറിൻ Cl മൈനസ് അയോൺ ആയി മാറാണ്. ഇവിടെ ദെൻ Na പ്ലസ് അയോണും Cl മൈനസ് അയോണും കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? NaCl ഫോം ചെയ്യുന്നതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഇത്. ഇതിനെയാണ് ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്പോണ്ടേനിയസ് പ്രോസസ്. വാട്ട് ഈസ് സ്പോണ്ടേനിയസ് പ്രോസസ്? ഇപ്പോൾ ഒരു റിയാക്ഷൻ്റെ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ഈക്വൽ ടു ലോ ഓഫ് കൺസർവേഷൻ എനർജി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലോയ്ക്ക് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫീസിബിലിറ്റി അല്ലെങ്കിൽ സ്പോണ്ടേനിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിനുശേഷം സെക്കൻഡ് ലോ, തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ ഡെവലപ്പ് ചെയ്തത് ഒരു റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റി അല്ലെങ്കിൽ ഫീസിബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് സ്പോണ്ടേനിറ്റി അഥവാ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് സ്പോണ്ടേനിയസ്ലി ദാറ്റ് ഒക്കർ ഓൺലി ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ ആ റിയാക്ഷൻ ഇറ്റ്സെൽഫ് സ്വയമായിട്ട് നടക്കും. അതിന് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ്, ചില സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഇനീഷ്യേഷൻ ആവശ്യമുണ്ട്, ചിലതിന് ആവശ്യമില്ല. അപ്പോൾ ഇനീഷ്യേഷൻ ആവശ്യമില്ലാത്ത സ്പോണ്ടേനിയസ് പ്രോസസ്സാണ് ഇപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് കോമൺ സോൾട്ട് ഇൻ വാട്ടർ. അതിനൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇനീഷ്യേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഫോർമേഷൻ, ഇപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് സ്പാർക്ക്, ഒരു ഇനീഷ്യേഷൻ ആയിട്ട് ഒരു ഇലക്ട്രിക് സ്പാർക്ക് കൊടുക്കണം. അപ്പോൾ ആ റിയാക്ഷനിൽ ഇനീഷ്യേഷൻ ആവശ്യമാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സിന്. അപ്പോൾ ജനറലി സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമില്ല. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണ്? ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അതുപോലെ ഈ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒന്നെങ്കിൽ ആ സിസ്റ്റം ഹാവ് എ ടെൻഡൻസി ടു അക്വയർ മിനിമം എനർജി റിക്വയർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മാക്സിമം റാൻഡംനെസ് വേണം. ഇതാണ് സ്പോണ്ടേനിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എൻട്രോപ്പി. വാട്ട് ഈസ് എൻട്രോപ്പി ഓഫ് എ റിയാക്ഷൻ? Entropy of a reaction is defined as the measure of degree of disorderness or randomness of a system is called entropy. The entropy is denoted as S. Letter S എന്നാണ് എൻട്രോപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇന്റേണൽ എനർജി, എൻതാൽപ്പി ഇവയെ പോലെ തന്നെ എൻട്രോപ്പിയും എന്താണ്? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, അതുപോലെ തന്നെ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി, ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്നുള്ളത് ഫൈനൽ സ്റ്റേറ്റിലെ എൻട്രോപ്പി മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റിലെ എൻട്രോപ്പി ആണ് എന്ത്? ചേഞ്ച് ഇൻ എൻട്രോപ്പി, ഒരു സിസ്റ്റത്തിന്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇനി എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റത്തിന്റെ റാൻഡംനെസ്, ഡിഗ്രി ഓഫ് മെഷർ ഓഫ് റാൻഡംനെസ് അല്ലെങ്കിൽ ഡിസോർഡർനെസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിസോർഡർ, റാൻഡംനെസ് കാണുന്നത് ഗ്യാഷ്യസിലാണ്. അപ്പൊ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള മോളിക്യൂൾസ്, സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി എന്തായിരിക്കും? കൂടുതലായിരിക്കും. റാൻഡംനെസ് അല്ലെങ്കിൽ ഡിസോർഡർനെസ് ഏറ്റവും കുറവ് സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിനായിരിക്കും. അപ്പൊ സോളിഡ് സ്റ്റേറ്റില് എൻട്രോപ്പി വളരെ കുറവായിരിക്കും,
ഗ്യാസ് സ്റ്റേറ്റിൽ എന്തായിരിക്കും, എൻട്രോപ്പി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഇൻ എ ഐസൊലേറ്റഡ് സിസ്റ്റം ദ എൻട്രോപ്പി ചേഞ്ച് ഈസ് പോസിറ്റീവ്. അപ്പോൾ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ചിന് ടോട്ടൽ ഓഫ് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഇൻ സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ചേഞ്ച് ഇൻ സറൗണ്ടിങ് ആണ്. അപ്പോൾ എൻട്രോപ്പി ചേഞ്ചിന്റെ സിസ്റ്റത്തിലുള്ള എൻട്രോപ്പി ചേഞ്ചും സറൗണ്ടിന്റെ എൻട്രോപ്പി ചേഞ്ചും തമ്മിലുള്ള സമ്മാണ് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി സിസ്റ്റം ഈസ് പോസിറ്റീവ്, അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി സിസ്റ്റം ഈസ് ഇൻക്രീസസ് all spontaneous process is called second law of thermodynamics. ഇതിനെയാണ് തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. എന്താണ്? ദ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി സിസ്റ്റം ഈസ് പോസിറ്റീവ്, അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ചസ് ഇൻക്രീസസ് ഇൻ ദി സ്പോണ്ടേനിയസ് പ്രോസസ് ഈസ് കോൾഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, Gibbs free energy. What is Gibbs free energy? It is the maximum amount of energy present in a system that can be converted into useful work. ഒരു സിസ്റ്റത്തിന് വേണ്ട മാക്സിമം എനർജി വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ട മാക്സിമം എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത്. ഇതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ജി എന്നാണ് ഗിബ്സ് ഫ്രീ എനർജിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ദെൻ ഗിബ്സ് ഫ്രീ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി ഇക്വൽ ടു എച്ച് മൈനസ് ടി എസ് ആണ്. എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻതാൽപ്പി ആണ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പി ആണ്. Then Gibbs Helmholtz equation. What is Gibbs Helmholtz equation? Delta G is equal to delta H minus T delta S. Delta H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി ആണ്, T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ആണ്, ഡെൽറ്റ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. അപ്പൊ Gibbs Helmholtz equation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ Gibbs free energy is equal to change in enthalpy minus T change in entropy. Then Gibbs free energy is നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. Gibbs free energy 0 ആണെങ്കിൽ ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതുപോലെ തന്നെ Gibbs free energy പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിലും ബാക്ക്വേർഡ് റിയാക്ഷൻ മേ ബി എന്തായിരിക്കും, സ്പോണ്ടേനിയസ് ആവാം. ഇത്രയാണ് Gibbs free എനർജിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? SS ലോ പറഞ്ഞു, SS ലോയുടെ ആപ്ലിക്കേഷൻ പറഞ്ഞു, ബോണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞു, ബോണ്ട് ഡിസോസിയേഷൻ എനർജി, അതുപോലെ ഹൗ ടു കാൽക്കുലേറ്റ് ബോണ്ട് എനർജി യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഒരു റിയാക്ഷൻ എൻതാൽപ്പി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ബോണ്ട് ഹെബർ സൈക്കിൾ, ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്നും ബോണ്ട് ഹെബർ സൈക്കിൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. ദെൻ എൻട്രോപ്പി പറഞ്ഞു, ഗിബ്സ് ഫ്രീ എനർജി പറഞ്ഞു, അല്ലെ? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.